നമസ്കാരം. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് ട്രെയിനിൽ യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണുള്ളത്. ഇവിടുന്ന് രാവിലെ 6:40 മുംബൈയിലേക്ക് പോകുന്ന തേജസ് എക്സ്പ്രസിനാണ് ഇന്നത്തെ യാത്ര. അഹമ്മദാബാദിൽ ഞങ്ങൾ എടുത്ത റൂം ഇതാണ്. ഒരു ദിവസത്തേക്ക് വാടക വന്നത് 900 രൂപയാണ്. ഇനി അധികം സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയേക്കാം. രാവിലെ ഇപ്പൊ 5:30 അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ് ഈ തൊട്ട് മുന്നിലായി ഉള്ളത്. ശരിക്കും പറഞ്ഞാല് ഇവിടെ ഇപ്പൊ പുതിയ പാലങ്ങളും ബുള്ളറ്റ് ട്രെയിനും എല്ലാം വരികയാണ്. അടിമുടിയാണ് അഹമ്മദാബാദ് മാറുന്നത്. രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് വന്നു തുടങ്ങി. ഇതിലൂടെയാണ് ഇനി അകത്തേക്ക് കയറാനുള്ളത്. രാവിലെ ഈ സമയത്തിന് ഒരുപാട് ട്രെയിനുകളൊക്കെ ഉണ്ടല്ലോ. ഈ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ഇപ്പം നിലവില് നവീകരണം നടക്കുകയാണ്. അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് കുറവാണ്. സ്റ്റേഷന്റെ പഴയൊരു ഭാഗം ഇവിടെയാണ്. ഇനിയിപ്പോ പുതിയതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. എന്തായാലും കുറച്ച് വർഷങ്ങളൊക്കെ എടുക്കും. അതുപോലെ തന്നെ ഈ രാവിലെ മുംബൈയിലേക്ക് ഡബിൾ ഡെക്കറും വന്ദേ ഭാരതൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ നേരെ അകത്ത് കയറി നമ്മുടെ ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് നോക്കാം. ഗുജറാത്തിൽ അഹമ്മദാബാദ് എന്നാണ്. അതുപോലെ ഇവിടെ ബുള്ളറ്റ് ട്രെയിനിന്റെ ആ ഒരു സ്റ്റേഷനൊക്കെയാണ് ഈ മുന്നിലായി കാണുന്നത്. ഇന്ന് തേജസ് എക്സ്പ്രസ് പുറപ്പെടുന്നത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. നമ്മുടെ ട്രെയിൻ ഇതാ ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ഇതിന് മുഴുവനും ഓട്ടോമാറ്റിക് ഡോറുകളാണ്. മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ് തന്നെയാണ്. ഇതൊക്കെ ഓപ്പണായി ഓൾറെഡി. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് C10 ആണ്. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്. 2x2 സീറ്റിംഗ് ലേഔട്ടിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ. വണ്ടി നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടു. C10 കോച്ച് തേജസ് എന്നൊക്കെ എഴുതിയത് കാണാം. അപ്പോൾ ഇതിലാണ് നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ളത്. 2017 നിർമ്മിച്ച കോച്ചാണിത്. 5:57 ഇപ്പോൾ. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഇങ്ങനെയാണ്. 3x2 സീറ്റിംഗ് ലേഔട്ടിലാണ് ഇതിലത്തെ പൊസിഷനൊക്കെ വരുന്നത്. ഇപ്പം നമ്മുടെ സീറ്റ് ഇവിടെ നിന്നല്ല, അങ്ങ് ആ ഭാഗത്താണ്. 19ഉം 18ഉം ആണ് ഞങ്ങളുടെ സീറ്റ് നമ്പറുകൾ. ഒരു വിൻഡോ സീറ്റും ഒരു അയൽ സീറ്റും. കോച്ചിലെ സീറ്റുകളുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ സീറ്റുകൾ തന്നെയാണ്. ഇവിടെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്തായാലും അടിപൊളിയാണ്. പിന്നെ സീറ്റിന്റെ ഈ താഴെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അവിടെയാണ് ഫുഡ് റെസ്റ്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഇതാ ഒരു ടേബിളൊക്കെ ഉണ്ട്, നമുക്ക് ഫുഡൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ. പിന്നെ ഇതിന് നല്ല ടൈറ്റ് ആണ് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും പത്രമോ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഈ ഭാഗത്താണ് റീഡിങ് ലൈറ്റുകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു കോൾ ബെല്ല് കാണുന്നില്ലേ, ഇത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ചായയോ അങ്ങനെ ഉണ്ടെങ്കിൽ അറ്റൻഡറിനെ വിളിക്കാനുള്ളൊരു ബെല്ലാണ്. ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ചറപ്പറ പോലെ ചാർജിങ് പോയിന്റുകൾ കാണാം. പിന്നെ ഇത് ഇവിടെ ഒരു സ്വിച്ച് കാണുന്നില്ലേ, ഇത് കണ്ടോ, ഈ ഒരു ബ്ലൈൻഡ് താഴോട്ട് താവുന്നത് കാണുന്നില്ലേ. ഇത് എവിടെയാണ് നിർത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതായി. ഇനിയിപ്പോൾ മേലോട്ടാക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അത് മുകളിലോട്ടായി. വേണ്ട, അത് മുകളിലോട്ടായി. സെറ്റപ്പ് പരിപാടിയല്ലേ. നമ്മുടെ രാജ്യത്താകെ 2 പ്രൈവറ്റ് ട്രെയിനുകളാണുള്ളത്. അതിലൊന്നാണിത്. മറ്റൊന്നുള്ളത് ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്കാണ്. ഈ ട്രെയിനിന്റെ നമ്പറൊക്കെ തുടങ്ങുന്നത് 8 നിന്നാണ്. മറ്റു ട്രെയിനിന്റെ നമ്പറൊക്കെ 0, 1, 2 ആണല്ലോ കൂടുതലായിട്ട് ഉണ്ടാവുക. 4, 5 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകളുണ്ട്. ഇതിന്റെ നമ്പർ 82,902 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ടിക്കറ്റ് ചാർജ് ഒക്കെ പറയുവാണെങ്കിൽ എക്സിക്യൂട്ടീവിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുംബൈ വരെ ഒരാൾക്ക് 2,380 രൂപയാണ് ആവുക. അതുപോലെ തന്നെ നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് ഇതിന്റെ ചെയർക്കാറാണല്ലോ, ഇതിൽ 1,680 രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. അതിൽ ഫുഡ് കൂടെ ഇൻക്ലൂഡ് ആണ്. കോച്ചിലെ മറ്റു കാര്യം പറയുകയാണെങ്കിൽ നല്ല വൃത്തിയാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്.
ട്രെയിനിൽ നിന്ന് ഫുൾ തന്നെയാണ്, കാരണം മുംബൈ വരെ വെയിറ്റ് ലിസ്റ്റ് 100 ആയിരുന്നു ഉണ്ടായിരുന്നത്. വൽസാദ് ലോക്കോ ഷെഡിന്റെ WAP4 ആണ് ലോക്കോമോട്ടീവ് ആയിട്ട് വരുന്നത്. കോച്ചിന്റെ പുറത്തെ ഡിസൈനിങ് ഒക്കെ ഇങ്ങനെയാണ്. ഇവിടെ തേജസ് എന്നൊക്കെ എഴുതി തന്നെ കുറച്ച് വെറൈറ്റി ആണ്. ഇവിടെ ഒരു സൂര്യന്റെ ഒരു പടമൊക്കെ കാണാം. പിന്നെ ഈ തേജസ് എന്നൊരു വാക്കിന്റെ അർത്ഥം തിളക്കം എന്നാണ്. ഇപ്പൊ കറക്റ്റ് 6:30 ഇനി 10 മിനിറ്റും കൂടി ഉണ്ട് ട്രെയിൻ പുറപ്പെടാൻ വേണ്ടിയിട്ട്. എന്തായാലും അകത്തേക്ക് കയറിക്കോളാം. എന്താ അറിയോ, ഇത് ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് പുറത്തധികം നിൽക്കാനൊരു ധൈര്യമില്ല. ഇത് പിന്നെ പ്രൈവറ്റ് ട്രെയിൻ ആണല്ലോ, ഏത് ഭാഗത്ത് നോക്കിയാലും അഡ്വർടൈസ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈ ട്രെയിനിലത്തെ പാൻട്രി സ്റ്റാഫുകളും കോച്ച് അറ്റൻഡേഴ്സൊക്കെ IRCTCയുടേതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ് ഇല്ലേ, അത് ഇന്ത്യൻ റെയിൽവേയുടേതാണ്. കറക്റ്റ് 6:40 തന്നെ തേജസ് ഇതാ അഹമ്മദാബാദ് ജംഗ്ഷൻ എടുത്തു. ഈ ട്രെയിൻ ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസ് ഉള്ളത്, വ്യാഴാഴ്ച മാത്രമില്ല. അഹമ്മദാബാദിനും മുംബൈ സെൻട്രലിനും ഇടയിലാകെ 6 സ്റ്റോപ്പുകളാണുള്ളത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് നടിയഡ് ജംഗ്ഷൻ. ശരിക്കും വണ്ടിൻ്റെ അകത്ത് നല്ല കംഫർട്ടബിൾ ആണ്. ഇവിടെ ഒരു സ്ക്രീൻ കാണുന്നില്ലേ, അതിൽ പരസ്യം തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പുറത്തേക്ക് പോയ സമയത്ത് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാൻ തന്നു കേട്ടോ. ഇത് 1 ലിറ്റർ തന്നെയാണ്. ട്രെയിൻ പുറപ്പെട്ട ഉടനെ തന്നെ കാറ്ററിംഗ് സ്റ്റാഫുകളൊക്കെ വരികയാണ്. ഇവരുടെ യൂണിഫോം ഒക്കെ ഇങ്ങനെയാണ്, കുറച്ച് വെറൈറ്റി ആണ്. എന്താണ് ഇവിടെ കിട്ടുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഇതാണ് നമുക്ക് കിട്ടിയത്. അതായത് ചായ മിക്സ് ആക്കേണ്ട ഒരു ഇതും പിന്നെ ഇതൊരു ബിസ്ക്കറ്റും. ചൂടുവെള്ളം കൊണ്ടുവന്ന് തന്നു. അതിലേക്ക് ഇതാ മസാല, ആ ഒരു പാക്കറ്റ്, ടീ പാക്കറ്റ്, അത് മുഴുവൻ ഇടണം, എന്നാലേ മാത്രമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക. TT ചെക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. TTൻ്റെ കയ്യിലുള്ളത് ടാബല്ല, ഫോണാണ്. കുറച്ച് വെറൈറ്റി ആണ്. ടിക്കറ്റൊന്നും ഇല്ലാതെ ഇതിൽ യാത്ര ചെയ്യാനൊന്നും ആരും നോക്കണ്ട. 7:16 ട്രെയിൻ ഇപ്പോൾ നടിയാദിലേക്ക് എത്തി. ഇത് ജംഗ്ഷനാണ്. ഇവിടെ നിന്നും കയറാൻ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് വഡോദരയാണ്. അവിടെ തന്നെയാണ് കൂടുതലും ആൾക്കാരൊക്കെ കയറുക. ട്രെയിൻ ഇപ്പോൾ 130 സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നത്. അതായത് WAP4 ആണ് ഈ ഒരു സ്പീഡ് എടുത്തിട്ട് പോകുന്നത്. ഇന്ത്യയുടെ മിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന ആനന്ദിലേക്ക് നമ്മളിപ്പോൾ എത്തും. സ്റ്റേഷനിൽ സ്റ്റോപ്പൊന്നുമില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണാം. അതായത് അമൂലിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. ഇത് ഗോദ്ര ഭാഗത്തേക്ക് പോകുന്ന ലൈനാണ്. ആനന്ദ് റെയിൽവേ സ്റ്റേഷൻ ഇതാ സ്കിപ്പ് ചെയ്യുകയാണ്. ഇത് 130 തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഈ ആനന്ദിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2023 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെയാണ് വന്ന് താമസിച്ചത്. ഇതൊരു പ്രൈവറ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ടോയ്ലറ്റിന്റെ ഭാഗത്തും വാഷ് ഏരിയന്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തി തന്നെയാണ്. ഈ ട്രെയിൻ രാവിലെ തന്നെ പുറപ്പെടുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. നല്ല സുഖമല്ലേ. ട്രെയിൻ ഏകദേശം വഡോദര റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്താനായി. അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിന്റെ പാലമാണ് ഈ കാണുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വഴിയും ബുള്ളറ്റ് ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പണികളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ വഡോദര റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് എത്താനായേ. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ബുള്ളറ്റ് ട്രെയിനും പോവുക. അഹമ്മദാബാദിലെ സബർമതി എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുംബൈ വരെ. അവിടുത്തെ സ്റ്റേഷൻ്റെ ഒക്കെ പണി ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വഡോദരയിലെ ബുള്ളറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനാണ് ഈ കാണുന്നത്. 7:55 ട്രെയിൻ ഇതാ വഡോദര ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇവിടെ നിന്നാലും നല്ല തിരക്കുണ്ടാവും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഡോർ ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ
ട്രെയിനുകളിൽ മുഴുവനും ഓട്ടോമാറ്റിക് ഡോറ് തന്നെ വേണം. ഒരുപാട് അപകടങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ. ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ആവുന്നത് നമുക്ക് കാണാം. ഇത് ഇവിടുന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കൊക്കെ. അധികമൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി കയറാം. അവിടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരൊക്കെ കയറാനുള്ളത്. വഡോദരയിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറകിൽ തന്നെയാണ്. ഈ ഒരു കോച്ച് തന്നെയാണല്ലോ നമ്മുടെ ഇത്. എന്തായാലും അകത്തേക്ക് തന്നെ കയറാം. വണ്ടി പുറപ്പെടേണ്ട സമയത്ത് ആകുമ്പോഴത്തേക്കും ഈ പിറകുന്നവര് വിസിലടിക്കും. ഈ പുള്ളിക്കാരൻ ചോദിക്കുന്ന വത്സാദിന് സ്റ്റോപ്പ് ഉണ്ടോ എന്തല്ലേ. ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ഓരോരോ ആൾക്കാർ ഇവിടത്തേക്ക് വന്ന് ചോദിക്കുന്നത്. വഡോദര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ട ഉടനെ തന്നെ ഇതാ നമ്മുടെ ഫുഡ് വരികയാണ്. ഞാൻ നോൺ വെജും നവീൻ വെജുമാണ് എടുത്തത്. വെജ് ഇതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ. ഇനി ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. IRCTC തേജസിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നോൺ വെജ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു മസാല ഓംലെറ്റ് ആണ്. പിന്നെ ഇത് പോയാണ്. പിന്നെ ഇവിടെ ഒരു വാനില മഫിനുണ്ട്, ദഹി തൈരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു മാംഗോ ഒരു ജ്യൂസ് ഉണ്ട്. പിന്നെ ഇത് ബ്രൗൺ ബ്രെഡാണ്. പിന്നെ ഇവിടെ കട്ട്ലറി ഉണ്ട്. പിന്നെ താഴോട്ട് വന്നാലൊരു ടിഷ്യൂ ഉണ്ട്, ഒരു കെച്ചപ്പ്, ബട്ടറുണ്ട്, പിന്നെ സാൾട്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നോൺ വെജിൽ നമുക്ക് കിട്ടുക. ഇനി വെജിലേക്ക് വരികയാണെങ്കിൽ ഇത് തെപ്പലയാണ്. തെപ്പേൻ്റെ ഒരു കിറ്റുണ്ട്, പിന്നെ കട്ട്ലറി കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അച്ചാറുണ്ട്. ഇത് പോവയാണ്. പിന്നെ ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട്, തൈരുണ്ട്, മഫിനുണ്ട്. വെജിനെക്കാട്ടിയും കൂടുതൽ ഐറ്റംസ് ഉള്ളത് നോൺ വെജിലാണ്. ആദ്യം തന്നെ ചൂട് പോവ കഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കടലേക്ക് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ചായയും കോഫിയും ഒക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ കോഫീൻ്റെ ഒരു കിറ്റാണ് വാങ്ങിയത്. പിന്നെ ഈ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് തെപ്പില. ഈ തെപ്പില എങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയോ? ഇത് എടുത്ത് തൈരിലാക്കി മുക്കിയിട്ടാണ്. കോഫി കിറ്റിൻ്റെ അകത്തുണ്ടായത് പാൽപ്പൊടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു. അത് രണ്ടും ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ചൂടുള്ള ഒഴിച്ചാൽ മതി. നല്ല സൂര്യപ്രകാശമാണ്. അപ്പം നമുക്ക് എന്തായാലും ബ്ലൈൻഡ് ഇടാം. ഇവിടെ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി. ഇതേ താഴ്ന്നു വരുന്നത്. എവിടെയാണ് നിർത്തേണ്ടത് ആ ഭാഗത്തെത്തുമ്പം ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്താൽ മതി. അത് നിന്ന് അവിടെ ഇത്രയും മതി. 8:45 ട്രെയിൻ ഇപ്പോൾ ബറൂച്ച് ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നോൺ വെജ് തന്നെയാണ്. നോൺ വെജിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ളത്. പിന്നെ ഈ ബറൂച്ച് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ നർമ്മദ നമ്മൾ ക്രോസ് ചെയ്യും. പാലത്തിൻ്റെ പേര് സിൽവർ ജൂബിലി എന്നാണ്. 1.4 കിലോമീറ്ററാണ് അതിൻ്റെ ആകെ നീളം വരുന്നത്. ഈ പാലം തുറന്നു കൊടുത്തത് 1935-ലാണ്. പാലം ഇതാ ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. എതിർദിശയിൽ നിന്ന് വരുന്ന ലൈനാണിത്. ട്രാക്കിലൂടെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കാണാം. നദി ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. നർമ്മദയിലൊക്കെ ഇപ്പോൾ നല്ല വെള്ളമാണ്. (9:28) ട്രെയിൻ ഇപ്പോൾ സൂറത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി.
ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ ഇതാ ലോഡ് ചെയ്യുകയാണ്. നല്ലൊരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണ് സൂറത്ത്. സ്റ്റേഷന്റെ കോഡ് ST എന്നാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഒരു ലോക്കൽ ട്രെയിനാണ്. ഇവിടെ ആ തൊട്ട് മുന്നിൽ കാണുന്ന കോച്ചില്ലേ, അതിൽ നിന്നാണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉള്ളത്. ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നാണ് സൂറത്തിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തുണി വ്യവസായി പറഞ്ഞ ഒരു നഗരത്തിലുണ്ട്. ഗുജറാത്തിലെ തന്നെ 2ാമത്തെ വലിയ നഗരമാണ് സൂറത്ത് വരുന്നത്. 1ാമത്തെ വലിയ നഗരം വരുന്നത് അഹമ്മദാബാദ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞല്ലോ വഡോദര വരുന്നത് ഈ സ്റ്റേറ്റിലത്തെ 3ാമത്തെ വലിയ നഗരമാണ്. അങ്ങനെ സൂറത്ത് നിന്ന് ട്രെയിൻ പുറപ്പെടുകയാണ്. പിന്നീടല്ലോ ഇവിടുന്ന് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തേക്ക് അണ്ടർസൗണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ഈ വണ്ടി പോകുന്ന റൂട്ടിൽ ഓരോരോ ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനൊക്കെ പറഞ്ഞ് അവിടത്തേക്ക് കയറിക്കോട്ടെ, എന്തെങ്കിലും കുഴപ്പമാവോ? ഞങ്ങൾ പറഞ്ഞ് പറ്റൂല, ഇത് ഫുൾ AC വണ്ടിയാണ്, പിന്നെ അടുത്ത സ്റ്റോപ്പ് ഇപ്പോഴേ അല്ല വാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം TTനോട് വന്നിട്ട് TT തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് അവർക്ക് കാര്യം കത്തിയത്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് സൂറത്ത്. ഒരു ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂരൊക്കെ പോലെ തന്നെയാണ്. അത്രയും ബിസിയാണല്ലോ. ബിസിയാണ്, പക്ഷെ പ്ലാറ്റ്ഫോമുകളൊക്കെ കുറവാണ്. സൂറത്ത് സിറ്റിന്റെ ഒരു കാഴ്ച. ഇവിടേക്ക് എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നതാണ്. മിക്കവാറും ഇത് പാലത്തിന്റെ വർക്ക് തന്നെ ആകാനാണ് സാധ്യത. അല്ല, ഇത് മറ്റേ ബുള്ളറ്റ് ട്രെയിൻ ഇതാ ഇതുവഴിയാണ്. സൂറത്തിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് മലയാളികളുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്, കുറെ ആൾക്കാര് സൂറത്തില്. ഒരുപാട് വർഷമായി. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു തേജസ് എക്സ്പ്രസ് ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലത്തെ ഒരു സെമി ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യയിൽ ടോട്ടലി 4 തേജസ് എക്സ്പ്രസുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണമല്ലോ. അതായത് ഇന്ത്യയിലത്തെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ് ഓടിത്തുടങ്ങിയത് 2017 2017 മെയ് 24. അത് ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിന്ന് ഗോവയിലത്തെ കർമാലി വരെ സർവീസ് ചെയ്യുന്ന തേജസ് ആണ്. ഇന്ന് ആ വണ്ടി കർമാലിയിൽ നിന്ന് ഇപ്പൊ മഡ്ഗാവ് വരെ സർവീസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്റ്റെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2ാമത്തെ വണ്ടി വരുന്നത് 2019 മാർച്ച് 1 അത് ഏത് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലത്തെ ഏക തേജസ് ആണ്. അതായത് ചെന്നൈയിൽ നിന്ന് മധുരയിലേക്ക്, നമ്മൾ ആ ട്രെയിനിൽ മധുരയിൽ നിന്ന് ചെന്നൈയിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ അതും ഇന്ത്യൻ റെയിൽവേയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 3ാമത്തെ തേജസ് വരുന്നത് ഇന്ത്യയിലത്തെ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ ആണ്. IRCTC ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡൽഹിയിൽ നിന്ന് UPയിലത്തെ ലക്നൌവിലേക്ക് പോകുന്ന വണ്ടിയാണ്. അത് 2019 ഒക്ടോബർ 4 അത് ഓടിത്തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടി, ഇതാണ് ഇന്ത്യയിലത്തെ 4ാമത്തെ തേജസ് എന്ന് പറയാം. അതായത് ഇന്ത്യയിലത്തെ 2ാമത്തെ പ്രൈവറ്റ് ട്രെയിൻ. ഇത് ഓടിത്തുടങ്ങിയത് 2020 ജനുവരി 17 അപ്പം ഇങ്ങനെയാണ് ഈ ഒരു തേജസ് എക്സ്പ്രസുകളുടെ എണ്ണം പറയുന്നത്. 2 ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേയും 2 ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ട് IRCTC എന്ന് വേണം പറയാം. പക്ഷേ ഈ പറഞ്ഞ 2 പ്രൈവറ്റ് വണ്ടികളില്ലേ, ഇതിന്റെ നമ്പർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ 8 പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 2 ഉണ്ട്. ആദ്യം വരുന്ന നമ്മുടെ മധുര തേജസ് ആയാലും ശരി, മഡ്ഗാവ് തേജസ് ആയാലും ശരി, അതിന്റെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 പിന്നെ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ട്. സെമി ഹൈ സ്പീഡ് ട്രെയിൻ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഗതിമാനും വന്ദേ ഭാരതൊക്കെ പോലെ തന്നെ സ്പീഡ് പോകുന്ന ഒരു വണ്ടി കൂടി തന്നെയാണ് ഇത്. ട്രെയിൻ ഇപ്പം 130 പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റേഷൻ ഇതാ സ്കിപ്പ് ചെയ്യാണ്, ബിലിമോറ ജംഗ്ഷൻ. ഇവിടുന്ന് ഇതാ അങ്ങ് അവിടെ ഒരു നാരോ ഗേജ് ട്രെയിൻ കാണുന്നില്ലേ, അത് നേരെ ബിലിമോറയിൽ നിന്ന് വാഗൈ എന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ ഇത്തവണ പോയതാണ്. നല്ല കിട്ടിലൻ യാത്രയായിരുന്നു. സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്യുന്ന കണ്ടാ സ്പീഡ് കുറഞ്ഞാട്ടാ. 130 ഉണ്ടായതാണ്, ഒറ്റയടിക്ക് 120 എത്തി. ട്രെയിൻ ഇപ്പോൾ വൽസാദ് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഒരു വണ്ടി ഇവിടുന്ന് ഇതാ ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത് അജ്മീർന്ന് മുംബൈയിലേക്ക് വന്നൊരു സ്പെഷ്യൽ ട്രെയിനാണത്. പത്തേ 37 ട്രെയിൻ ഇപ്പോൾ വാപ്പി റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഗുജറാത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ്. ഇനിയിപ്പോൾ അടുത്തത് മഹാരാഷ്ട്രയാണ്.
കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്വീപില്ലേ, അതിലെ ദാമനിലേക്ക് ഇവിടുന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ. അതിലൂടെ ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നത് കാണാം. അപ്പോൾ ദാമനിലേക്ക് പോകണമെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ദ്വീപ് കുറച്ച് മാറിയിട്ടാണ്. അങ്ങനെ ഇതാ ഇവിടെ നിന്നും വണ്ടി എടുക്കുകയാണ്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 2 മിനിറ്റ് തന്നെയാണ്. അതിലൊക്കെ പക്കയാണ് ഈ ട്രെയിൻ. ശരിക്കും ഇതുപോലുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് നിരക്കൊക്കെ കുറച്ച് കൂടുതലാണ്. എന്നാലും ഇതിലത്തെ യാത്ര കംഫർട്ട്, ഇതിൻ്റെ എത്തുന്ന സമയം, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലേക്ക് എത്താം. പിന്നെ ഇതിലത്തെ സർവീസാണ് എടുത്ത് പറയേണ്ടത്. ഇതുവരെ ഞങ്ങൾക്ക് ഇതിന് നല്ലൊരു സർവീസ് തന്നെയാണ് അനുഭവപ്പെട്ടത്. അതിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ആയാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും. 11 മണി ആയതേ ഉള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതാ കൊണ്ടുവരികയാണ്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇപ്പോൾ വിശക്കുന്നേ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ട്രെയിനിലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കാറ്ററിംഗ് സ്റ്റാഫ് ഇവരില്ലേ, ഇവരുടെ സർവീസ് അടിപൊളിയാണ്. ഒരു വെജും ഒരു നോൺ വെജും. നവി ഇപ്പോഴേ കഴിക്കാം അല്ലേ? അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 മണി ആയതുകൊണ്ട് വിശക്കുന്നൊന്നുമില്ല. നേരത്തെ തന്നെ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഫുഡ് കഴിച്ചില്ലേ? നോൺ വെജ് ഇവിടെ വെച്ചോ. നോൺ വെജ് അടുത്തത് വെജ്. താങ്ക് യു. അപ്പോൾ ഇതൊക്കെ ഇനി എന്താണെന്ന് നോക്കാം. മിക്കവാറും ഇത് ബിരിയാണിയും ഇത് വെജ് ബിരിയാണി ആവാനാണ്, ഇത് ചിക്കൻ ബിരിയാണിയും വെജ് ബിരിയാണി ആവാൻ തന്നെയാണ് സാധ്യത. വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പം നവീന് വെജിറ്റബിൾ ബിരിയാണിയാണ്. തൈര് പൊട്ടിക്കാനുള്ള ശ്രമമാണ്. അവിടെ നിന്ന് പൊട്ടിക്കട്ടെ. നോൺ വെജിൽ ഇതാ ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ്റെ പീസൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്രേവി ഉണ്ട്. പിന്നെ ഇതാ തൈരും ഉണ്ട്, കട്ട്ലറീസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിലത്തെ ഉച്ചക്ക് കിട്ടുന്നൊരു ഫുഡ് ഇതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഫുഡുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എരിവൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ചിക്കൻ ബിരിയാണിക്ക് എരിവുണ്ട്. വെജ് ബിരിയാണിക്കോ വലിയൊരുന്നില്ല, കുഴപ്പമില്ല. ആ തൈരും കൂട്ടി കഴിക്കാനാണ് ശരിക്കും നല്ല രസം. തൈര് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കഴിച്ചല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഐസ്ക്രീം വരികയാണ്. അമൂലിൻ്റെ വാനില ഐസ്ക്രീമാണ്. ഇനിയിപ്പോൾ ഇതും കൂടെയാണ് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ട്രെയിൻ ഇപ്പോൾ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്തത്. ഇപ്പം ഇവിടുന്ന് പനവേൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു ലൈൻ കാണാം. ഇപ്പം ഇവിടെ തന്നെയാണ്. ഇതാ ഇവിടുന്നാണത് തെറ്റിപ്പോകുന്നത്. ഇതാണ് നേരെ പനവേൽ ഭാഗത്തേക്ക്. ഇതങ്ങാ മുൻഭാഗത്ത് തുരുത്തുകളൊക്കെ കാണാം. ഇത് ഒരുപാടുണ്ട് കേട്ടോ, അങ്ങ് മുൻഭാഗം വരെ. ഞാൻ മുന്നിലേക്കെല്ലാം മലനിരകളുമാണ്. നമ്മൾ നോർത്ത് ഇന്ത്യ വഴിയും ഗുജറാത്ത് വഴിയൊക്കെ ഇതുപോലുള്ള പ്രീമിയം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, ട്രെയിനുകളെല്ലാം നോർത്തിലേക്കാണ്, അവർക്കാണ് നല്ല ട്രെയിനുകളൊക്കെ. മാത്രമല്ല ഇതുപോലുള്ള ക്ലാസ്സിലൊക്കെ അവരൊക്കെ ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നതിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ഈ ട്രെയിനിലേക്ക്, അതായത് ഈ കോച്ചിലേക്ക് ഒരാൾ പോലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാറില്ല എന്നല്ല, ഒരാൾ പോലും കയറൂല. കയറിയിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ പിടിച്ച് പുറത്തിടാനുള്ള ആൾക്കാർ ഈ ട്രെയിനിലെ അകത്തുണ്ട്. ഇപ്പൊ ബീഹാർ പോയാലും, ഇപ്പൊ UP പോയാലും, ഇപ്പൊ ഗുജറാത്ത് വന്നാലും അടിപൊളി ട്രെയിനുകൾ ഇവിടെയുണ്ട്. ആ ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കാതെ ഒരാൾ പോലും യാത്ര ചെയ്യില്ല. പക്ഷെ നിങ്ങൾ നേരെ നോക്കുവാണെങ്കിൽ അൺറിസർവ്ഡിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തേക്കാം. പക്ഷെ എന്ന് കരുതി ഇവിടെയുള്ള മുഴുവൻ പേരെയും കുറ്റപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാര്യമല്ലല്ലോ. മുംബൈ നഗരത്തോട് അടുക്കുകയാണ്. ഇവിടെ ട്രാക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം. കൂടുതലും ഷീറ്റൊക്കെ ഇട്ട വീടുകളാണ്. ബൊറിവലി ഭാഗമാണിത്. പിന്നെ ഇവിടെയാണെങ്കിൽ മുഴുവനും വേസ്റ്റും. പിന്നെ ഇവിടെയൊക്കെ ഷെഡ് കെട്ടി താമസിക്കുന്നവരെ കാണാം. എത്ര ജീവിതങ്ങൾ. 12:21 ട്രെയിൻ ഇതാ ബോറിവലി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി.
ഒരുപാട് പേരാണ് ഇവിടെ ഇറങ്ങിയത്. സ്റ്റേഷനിലത്തെ തിരക്ക് നോക്കി. നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്, തേജസ് രാജധാനി. പക്ഷെ അതും തമ്മിലൊരു ബന്ധമില്ല എന്ന് പറയാം. കാരണം വെച്ചാല് നമ്മൾ ഒരിക്കലും ബീഹാറിലത്തെ രാജേന്ദ്ര നഗർന്ന് ന്യൂഡൽഹി വരെ തേജസ് രാജധാനിയിൽ യാത്ര ചെയ്യട്ടെ. അതിന്റെ ലിവറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മഞ്ഞ കളർ തന്നെയാണ്. അതുപോലെ തന്നെ ത്രിപുരയിലത്തെ അഗർത്തലയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഒരു എന്താ പറയാ തേജസ് രാജധാനി കൊടുത്തിട്ട് അതിന്റെയും കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേപോലെ തന്നെ മഞ്ഞ ലിവർ തന്നെയാണ്. പക്ഷെ ഒട്ടുമിക്ക തേജസ് രാജധാനിന്റെയും, അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ യാത്ര ചെയ്ത് പറഞ്ഞില്ലേ നമ്മുടെ രാജേന്ദ്ര നഗർ, അതിന്റെ ഒക്കെ എന്താ പറയാ ലിവർ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ആ ഒരു ചുവന്ന കളറിലെ LHP തന്നെ ആക്കിയിട്ടുണ്ട്. LHP എന്ന് പറയുമ്പോൾ ആ രാജധാനിന്റെ ആ ഒരു എന്താ പറയാ ഗ്രാഫിക്സ് സകലമാനം പോയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പക്ഷെ പെർഫെക്റ്റ് കളർ ഈ മഞ്ഞ കളർ തന്നെയാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം കൂടി ഉണ്ട്. അതായത് ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്നൗ തേജസ് ആയാലും ഈ പറഞ്ഞ തേജസ് ആയാലും 2019, 2020 വർഷങ്ങളിലാണല്ലോ ഓടിത്തുടങ്ങിയത്. 2024 വരെ, 24 പറഞ്ഞ ഏകദേശം ഫെബ്രുവരി വരും, അതുവരെ ഈ ഒരു ട്രെയിനിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് വെച്ചാല് ഈ ട്രെയിൻ ലക്ഷ്യസ്ഥാനത്ത് 1 മണിക്കാണ് എത്തുന്നത് കൂട്ടിക്കോ. ആ 1 മണിക്ക് എത്തേണ്ടത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് 2 മണിക്കാണ് എത്തുന്നത് കരുതിക്കോ. അപ്പൊ നമുക്ക് നഷ്ടപരിഹാരമായിട്ട് റീഫണ്ട് എന്ന് പറയില്ലേ, 100 രൂപ നമുക്ക് തരും. ഇനിയിപ്പം 1 മണിക്ക് എത്തേണ്ടത് 2 മണിക്കൂർ ഡിലേ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്ലസ് ആയാലും 2.5 അതിന്റെ മേളിൽ പോയി കഴിഞ്ഞാലും 200 മുതൽ 250 അങ്ങനെ മേലേക്ക് പൈസ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു എന്താ പറയുക ഒരു സവിശേഷത ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 2024 ഫെബ്രുവരിയിലെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് നിർത്തലാക്കി. ഇത് ഓട്ടോമാറ്റിക് ഡോർ ആണല്ലോ, അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുന്ന സമയത്ത് ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് വ്യക്തമായി ഈ ഒരു ഡോറിന്റെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും നമ്മൾ അനാവശ്യമായിട്ട് ഒരു കാരണവശാലും ഇതൊന്നും ശ്രമിക്കാൻ പാടില്ല. പക്ഷെ എങ്കിലും എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് ഡോറിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് 4ാമത് പറഞ്ഞിരിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ഡോർ അടക്കുന്നതിൽ എന്തെങ്കിലും ലംഘനം വരുത്തുകയാണെങ്കിൽ നമുക്ക് 1000 രൂപ പിഴയോ അല്ലെങ്കിൽ മാസങ്ങളോളം തടവോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ കിട്ടും എന്നാണ്. അങ്ങനെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെയൊക്കെ ഇതാ നമ്മൾ ഇവിടുന്ന് കാണുകയാണ്. ഇത് ധോബിഘട്ടിന്റെ ഭാഗമാണ്, അതായത് മഹാലക്ഷ്മി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് വലിയൊരു അലക്ക് കേന്ദ്രം ഉള്ളത്. ആ സ്റ്റേഷൻ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ. ഈ മഹാലക്ഷ്മി സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെയായി മുംബൈ സെൻട്രൽ. ഇത് മുംബൈ സെൻട്രൽ ഇൻഡോർ സ്പെഷ്യൽ. ഇത് മിക്കവാറും ഇതൊരു തേജസ് രാജധാനിയാണ്, അതിൻ്റെ ലിവറിയാണിത്. മുംബൈ സെൻട്രൽ ഇൻഡോർ വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയായത്. ഈ ഒരു ടൈപ്പ് വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ അന്ന് യാത്ര ചെയ്തത്. നവീൻ നേരത്തെ പറഞ്ഞല്ലോ, രാജേന്ദ്ര നഗർന്ന് ന്യൂഡൽഹിയിലേക്ക്. ശരിക്കും ഇത് കാണാനാണ് നല്ല രസം. ഇതിൻ്റെ ഒരു ഡിസൈനിങ് ആയാലും ശരിക്കും ഇതുപോലെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിലേക്കും കൂടെ വരണമായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ആ ഒരു റൂട്ടിൽ ഇതുപോലെയുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്തായല്ലേ. അഹമ്മദാബാദിൽ നിന്നും 492 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ പിത മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 12:56, 1:20 ഇവിടെ വണ്ടി എത്തേണ്ടത്. ഏറ്റവും പുറകിലാണല്ലോ. പിന്നെ ഇവിടെ മറ്റ് ട്രെയിനുകളെയും കാണാം. മനോഹരമായൊരു യാത്രയായിരുന്നു. തേജസ് എക്സ്പ്രസിനോട് ഇവിടെ പറയാനുള്ള സമയമായി. ഇതിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിനിപ്പോൾ ഇവിടുന്ന് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. ഇതിനിപ്പോൾ ഇവിടുന്ന് വൈകുന്നേരം 3:55 തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോവുക. ഒരു കിട്ടില്ലൻ സർവീസ്. നിങ്ങളൊക്കെ ഒരു തവണയെങ്കിലും ഇതുപോലുള്ള വണ്ടികളൊക്കെ ഒന്ന് യാത്ര ചെയ്യാം കേട്ടോ. നേരെ ഇനി സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം. മുംബൈ സെൻട്രൽ MMCT എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. 2902 from Ahmedabad, Mumbai Central Tejas Express is running on time. ഇതിവിടെ എത്തി. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് ഇപ്പോൾ കേൾക്കുന്നത്. മുംബൈ സെൻട്രലിൽ ഈ എക്സ്പ്രസ് ട്രെയിനുകൾ വരുന്ന ഭാഗമില്ലേ, ഇതങ്ങ് അവിടെ അവസാനിച്ചു. പക്ഷേ ലോക്കൽ ട്രെയിൻ വരുന്ന ഭാഗം ഇവിടെയല്ല, അത് കുറച്ച് മാറിയിട്ടാണ്. ട്രെയിനിൻ്റെ മുൻഭാഗത്ത് തന്നെ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു. 3 ഭാഷകളിൽ ഇവിടെ പേരൊക്കെ എഴുതി കാണാം. IRCTC തേജസ് എക്സ്പ്രസ്. ഇവിടെ അഹമ്മദാബാദിൻ്റെ ഭാഗത്ത് നരേന്ദ്രമോദി സ്റ്റേഡിയം, മുംബൈൻ്റെ ഭാഗത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒരു ചിത്രമാണുള്ളത്. ഇതാണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്.
നല്ലൊരു പെയിന്റിംഗ് ആണ്. പിന്നെ ഈ സ്റ്റേഷന്ന് ഈ ഭാഗത്തേക്ക് തന്നെ നോക്കിയാൽ വലിയൊരു കെട്ടിടം കാണാം. മുംബൈ സെൻട്രലിന്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ ലോക്കൽ ട്രെയിൻ കയറി നേരെ ചർച്ച് ഗേറ്റിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 5 രൂപയാണ് ആയത്. ഇതേ ഒരു ട്രെയിൻ വരുന്നത് കാണാം. ചർച്ച് ഗേറ്റിലേക്കുള്ള വണ്ടിയാണിത്. ഇനി ഇതിൽ കയറാം. ഇവിടെയാണ് വാങ്കഡെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. 2011 ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചത് ഇവിടെ നിന്നാണ്. സ്റ്റേഡിയത്തിന്റെ നല്ലൊരു കാഴ്ച തന്നെ കാണാം. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തതാ ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. രാവിലെ തുടങ്ങിയ യാത്രയാണ്. ഇപ്പം ഇതാ മുംബൈയിലെത്തി. ശരിക്കും നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ. ഈ പ്രീമിയം ട്രെയിനായ തേജസ്സിലൊന്നും ഒരിക്കലും കയറുന്ന പ്രതീക്ഷിച്ചതേയില്ല. ഞങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ടായി. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്തത് പോകുന്നത് മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്കാണ്. രാത്രിക്കാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവ് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ മാരത്തോണ്ടിരിക്കും. ബൈ.